Hi students, welcome to the topic Continuity and Differentiability part 3. In this topic, we will discuss what is meant by a differentiable function. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത്? Okay, let's go to the topic. And first of all, a differentiability of a function at a point. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? Let's go to Geogebra. Okay, you take a slider and we consider a function f of x is equal to some point to x square. ഒരു കർവ് കണക്ട് ചെയ്യുന്നു. ഇവിടെ കർവിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഒരു കർവ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇറ്റ്സ് എ പരാബോള ടു. ഇവിടെ യു ടേക്ക് എ പോയിന്റ്, സം പോയിന്റ് എ. ഓക്കെ, then the corresponding y value, corresponding point on the curve is some denoted by a f of a, small a f of a. Okay, and the corresponding y value f of a അവിടെ കൊണ്ടുവന്നിട്ട് a എന്ന് പറയുന്ന സ്മോൾ a എന്ന് പറയുന്നത് ദ സ്മോൾ a ഈ പോയിന്റ് ആണ്. ക്യാപിറ്റൽ എന്ന് കൊടുത്തിരിക്കുന്നത് സ്മോൾ എന്ന് ഡിനോട്ട് ചെയ്യും ലൈക്ക് ദിസ്. നൗ സി, അടുത്ത് ചെയ്യാൻ പോകുന്നത് യു ടേക്ക് എൻ ഇൻക്രിമെൻറ്റ്. ഇത് എ എന്ന് പറയുന്ന ഈ ലെങ്ത്ത് ദ സ്മോൾ എ. യു ടേക്ക് എൻ ഇൻക്രിമെൻറ്റ് എച്ച് അല്ലേ, തൊട്ടപ്പുറത്ത് ഒരു എച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് വേറൊരു പോയിന്റ് എടുക്കുന്നു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് ഓൺ ദ കർവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സി, എ പ്ലസ് എച്ച്. അപ്പോൾ ഈ പോയിന്റാണ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദാ എ പ്ലസ് എച്ച്, ഇതാണ് എ പ്ലസ് എച്ച്. എച്ച് മാറിയിട്ട് ഒരു പോയിന്റ് എടുക്കുന്നു, എ പ്ലസ് എച്ച്. എ പ്ലസ് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എ പോയിന്റ് ഓൺ ദ കർവ് ഈസ് ക്യൂ, coordinates a plus h and f of a plus h denoted by like this. Okay, then corresponding y value f of a plus h ഇവിടെയാണ് വരിക. ഓക്കെ, then ഈ ലെങ്ത് ഒന്ന് കാണിക്കുന്നു. ഓക്കെ, യെസ്. നൗ ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവിലൊരു പോയിന്റാണ് എ എഫ് ഓഫ് എ. ഓക്കെ, കറസ്പോണ്ടിങ് y വാല്യൂ. ദെൻ യു ടേക്ക് എൻ എച്ച് ഡിസ്റ്റൻസിൽ അവിടെ ഒരു പോയിന്റ് എടുത്തു, സേ എ പ്ലസ് എച്ച്. ഓക്കെ, എ പ്ലസ് എച്ച് എന്നെടുത്തു. ഓക്കെ, കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ കർവ് ഈസ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഓക്കെ, ഇത് ക്യാപിറ്റൽ എ അല്ല, സ്മോൾ എ ആണ്, ശ്രദ്ധിക്കും. യെസ്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ജോയിൻ പി ആൻഡ് ക്യൂ. പിയും ക്യൂവും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ എടുക്കുന്നു ലൈക്ക് ദിസ്. എന്താണിത്? ഇറ്റ്സ് എ കോഡ് അല്ലേ, കോഡ് പി ക്യൂ. പി ക്യൂ എന്ന് പറയുന്ന ഒരു കോഡാണിത് അല്ലേ. അപ്പം എൻ്റെ ചോദ്യം, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് കോഡ്? ഈ കോഡിൻ്റെ സ്ലോപ്പ് എന്താണ്? എന്തായിരിക്കും? സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ കോഡ് പി ക്യൂ ഈസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഇനി നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാ, ഈ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കർവിലൂടെ പിയിലോട്ട് ടെൻഡ് ചെയ്യാണ്. കുറച്ചും കൂടെ അത് ഭംഗിയാക്കാൻ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സീറോയിലോട്ട് ടെൻഡ് ചെയ്യാണ്. എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സീറോയിലോട്ട് പോവുകയാണ്. സീ ദിസ്, കണ്ടോ? മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. സീ ദിസ്. ഓക്കെ, എച്ച് സീറോയിലോട്ട് ടെൻഡ് ചെയ്യാൻ, ദാറ്റ് ഈസ് ക്യൂ ടെൻസ് ടു പി. ക്യൂ ദ പിയിലോട്ട് ടെൻഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, ക്യൂ പിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ എച്ച് എന്തായിട്ട് മാറുന്നു? എച്ച് സീറോയിലോട്ട് വരുന്നു ലൈക്ക് ദിസ് അല്ലേ. ഇതാണ് സംഭവിക്കുന്നത്. ക്യൂ പിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ എച്ച് ബിക്കം സീറോ. അവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സി ദാറ്റ് കോഡ് പി ക്യൂ. ആ കോഡ് പി ക്യൂ എന്താ സംഭവിക്കുന്നത്? കോഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സീ ദിസ്. അടുത്തെന്താണ്? വെൻ എച്ച് ടെൻ ടു സീറോ, വെൻ എച്ച് ഈസ് വെരി നിയർ ടു സീറോ അല്ലേ, എച്ചിൻ്റെ വാല്യൂ വളരെ സീറോൻ്റെ വളരെ അടുത്തായി എന്ന് വെച്ചാൽ എയും എ പ്ലസ് എച്ചും വളരെ 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 അടുത്തായി ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ കോഡ് എന്തായിട്ട് മാറി? ഇറ്റ് ബിക്കം a tangent at that point.
പി എന്ന പോയിന്റിൽ ഒരു ടാൻജൻ്റ് ആയിട്ട് അത് മാറും. ഈ സ്ലോപ്പ് ഓഫ് ദി കോഡ് എന്തായിട്ട് മാറി? സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ആയിട്ട് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു. ആസ് എച്ച് ടെൻസ് ടു പി അല്ലേ, പോയിന്റ് ക്യൂ പിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എച്ചിൻ്റെ വാല്യൂ 0 ആവും നമ്മൾ കണ്ടു അല്ലേ, എച്ച് ടെൻ ടു 0. അപ്പം ദെൻ കോഡ് ബിക്കം ദാറ്റ് കോഡ് പി ക്യൂ ബിക്കം എ ടാൻജൻ്റ് അറ്റ് പി ആയിരിക്കും അല്ലേ. ദെൻ സ്ലോപ്പ് ഓഫ് ദ കോഡ് പി ക്യൂ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി സ്ലോപ്പ് പി ക്യൂ ടാൻജൻ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ എന്തായിരിക്കും സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അല്ലേ? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പിക്ചർ ഇത് ഇങ്ങനെയാണോ? കറക്റ്റ് അല്ലേ? ആ പി ക്യൂ എന്നുള്ള എന്താവും? ഇറ്റ് ബിക്കം എ ടാൻജൻ്റ് അറ്റ് പി ആവും. ദെൻ സ്ലോപ്പ് ഓഫ് ദ കോഡ് പി ക്യൂ ആസ് എച്ച് ടെൻ ടു 0 എന്താവും? ടാൻജൻ്റ് അറ്റ് പി ക്യൂ. ദെർഫോർ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് അറ്റ് പി ഈസ് ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഓക്കെ, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ നമ്മൾ നേരത്തെ കണ്ടു. സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ്സ് എ ഡിഫറൻസ് ഇൻ വൈ അല്ലേ. ബൈ എച്ച് എന്ന് പറയുന്നത് എക്സ് എ പ്ലസ് എച്ച് മൈനസ് എ ആണ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ എക്സ് വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ഇതിനെയാണ് ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ വൈ ടു എക്സ് അല്ലേ. ആസ് എച്ച് ടെൻ ടു 0 എച്ച് ഈസ് വെരി സ്മോൾ. ഇതിനെയാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് എന്താണ്? ദ ലിമിറ്റ് ഈസ് കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഡാഷ് ഓഫ് എ. അപ്പോൾ നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ് എന്താണ് ഇത്തരം ഒരു ഡെഫിനിഷനിലോട്ട് കൊണ്ടുപോകുന്നത്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് കൊണ്ടുപോകുന്നു. ആക്ച്വലി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ലൈക്ക് ദാറ്റ്. ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ വൈ ടു ചേഞ്ച് ഇൻ എക്സ്. അതാണല്ലോ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ റേഷ്യോ ചേഞ്ച് ഇൻ വൈ. എച്ച് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ എക്സ് വാല്യൂ അല്ലേ. അതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് കിട്ടിയിരിക്കുന്നത്. ദാറ്റ്സ് ഡെറിവേറ്റീവ്. ആൻഡ് എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ എന്താണ് ഒന്നുകൂടെ ഇതിനെ ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എ ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നും പറയാം. ഓക്കെ, ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ എക്സ് ആണ്, ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ വൈ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് എ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. ഇനി ജനറലായിട്ട് നോക്കാം. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ജനറലായിട്ട്. ഓക്കെ, എ ഫംഗ്ഷൻ y equal to f of x is said to be differentiable in the domain of f of x. ഡൊമൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഡിനോട്ടഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് വൈ ഡാഷ് ഓർ വൈ വൺ എന്നൊക്കെ ഡെറിവേറ്റീവ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇഫ് നീഡഡ് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ കണ്ടുപിടിച്ച് ഈക്വൽ ആണോ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊരു ഡെഫിനിഷനാണ്. എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യൽ ആണെന്ന് പറയുന്നതിന് വേണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ കൂടെ നമുക്ക് കാണാൻ പറ്റും. ബോത്ത് ആർ സെയിം. നോക്കിക്കോളൂ. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇക്വൽ ടു എ എന്ന് പറയണമെങ്കിൽ, ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയണമെങ്കിൽ ഇഫ് എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് ആണ്, അറ്റ് എക്സ് ഈക്വൽ ടു സം പോയിന്റ്. ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ ഇഫ് ഇറ്റ് എക്സ്. രണ്ട് നേരത്തെ കാണിച്ചതും രണ്ടും നമുക്ക് ഉപയോഗിക്കാം. അത് ഓരോ സാഹചര്യത്തിൽ നമുക്ക് മാറി മാറി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇഫ് ഇറ്റ് എക്സിസ്റ്റ് മീൻസ് ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് മീൻസ് അല്ലേ, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് നമുക്ക് വേറെ ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ലെഫ്റ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ്. ഡിനോട്ടഡ് ബൈ ലൈക്ക് ദിസ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ. എക്സ്റ്റെൻഡ് ടു എ ആണല്ലോ ലിമിറ്റ്. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മീൻ എക്സ്റ്റെൻഡ് ടു എ മൈനസ് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടെൻഡ് ചെയ്യുന്നു.
അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എ എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എക്സ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് എക്സ് ഈസ് വെരി നിയർ ടു എ ഇൻ ദ ലെഫ്റ്റ് ഓഫ് എ അല്ലേ, എൻ്റെ ലെഫ്റ്റിൽ വളരെ അടുത്തായിട്ടാണ് എക്സ് ഉണ്ടാവുക. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് എച്ച് എന്ന് കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് എ മൈനസ് എച്ച് എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക, അതുപോലെ എക്സ് എ ആകുമ്പോൾ എച്ച് 0 ആയിട്ട് മാറുകയും ചെയ്യും. ദെൻ ഇറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് മൈനസ് എച്ച്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ റൈറ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് ലിമിറ്റ് എക്സ് ടെൻഡ് ടു എ പ്ലസ് അല്ലേ, റൈറ്റ് സൈഡിൽ നിന്നാണ് എയിലോട്ട് ടെൻഡ് ചെയ്യുന്നത്. ദെൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇവിടെ നമുക്ക് ഇതൊന്ന് ഇതുപോലെ എച്ച് മെത്തേഡിലേക്ക് മാറ്റി കൊടുക്കണം. എന്ത് ചെയ്യും, പുട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച്, കാരണം റൈറ്റ് എന്നല്ലേ, എൻ്റെ റൈറ്റിൽ നിന്നാണ് എയിലോട്ട് ടെൻഡ് ചെയ്യുന്നത്. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് എ പ്ലസ് എച്ച് എന്ന് കൊടുക്കാം നമുക്ക്. അപ്പം എക്സ് മൈനസ് എ എച്ച് ആവും, എക്സ് എയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ എച്ച് 0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് കിട്ടും. ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ എന്താവുള്ളൂ, ഈ എഫ് ഡാഷ് ഓഫ് എ എക്സിസ്റ്റ് ആവുള്ളൂ, അതായത് ഡിഫറൻഷ്യബിൾ ആവുള്ളൂ, ഇല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആവുള്ളൂ. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എ എക്സിസ്റ്റ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് എൽ എച്ച് ഡി ഈക്വൽ ടു ആർ എച്ച് ഡി. വേണം നമുക്കിതിന് വേറെ നൊട്ടേഷൻ കൂടെ കൊടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന് എൽ എഫ് ഡാഷ് ഓഫ് എ ലെഫ്റ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എന്നർത്ഥം, ഈക്വൽ ടു ആർ എഫ് ഡാഷ് ഓഫ് എ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലയും രണ്ട് ഡെഫിനിഷനും നന്നായി ഓർത്തിരിക്കും. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഡെറിവേറ്റീവും സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും അല്ലേ. ഡിഫറൻസിയേഷൻ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു ജിയോജിബ്ര വെരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നമുക്കിവിടെ ഒരു ഫങ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഡെറിവേറ്റീവ് ആസ് എ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്, അത് തമ്മിലുള്ള കണക്ഷൻ ഗ്രാഫിൽ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇവിടെ ഇത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഇറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട് അറ്റ് വാട്ട് പോയിന്റ്, എവിടെയൊക്കെ ഡിഫറൻഷ്യബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു, എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ ഈ ഇൻ്റർപ്രിട്ടേഷനോട് നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചോളൂ. You consider a function f of x is equal to x square. Okay, and you take a point, see a slider, make it as 1. Okay, and that point is C A. It is 1 0, and corresponding point on the curve is 1 1. Okay. Now ഇനി ചെയ്യാമോ എന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ പോയിന്റിൽ എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റ്, എ ഈസ് 1 നൗ. ഓക്കെ, ദ കറസ്പോണ്ടിങ് എഫ് ഓഫ് എ ഇവിടെയാണ്, ദാറ്റ് ഇസ് എ എഫ് ഓഫ് എ എന്നുള്ള പോയിന്റ് ഇവിടെയാണ്, കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ കർവ്. അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കർവിൽ ഞാനൊരു ടാൻജൻറ്റ് വരക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം, ബി എന്ന പോയിന്റിൽ ഒരു ടാൻജൻറ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് ടാൻജൻറ്റ് ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നൗ ദ ടാൻജൻറ്റ് ഈസ് ദിസ്, കണ്ടല്ലോ, ഇതാണ്. ആൻഡ് വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് ദിസ് ടാൻജൻറ്റ്, അതാണല്ലോ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇല്ലേ. വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്, സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ y ഈക്വൽ ടു 2x മൈനസ് 1 എന്നാണ് സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് 2 ആണെന്ന് കാണാം. നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ സ്ലോപ്പ് ഈ ഐഡി യൂസ് ചെയ്യാം, കണ്ടല്ലേ, സ്ലോപ്പ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് സ്ലോപ്പ് എഴുതാം ലൈക്ക് ദിസ്. ഇപ്പോൾ സ്ലോപ്പ് എന്തായി, ലൈൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് 2/1. സ്ലോപ്പ് ഈസ് 2. ഇത് 2 നമുക്കിവിടെ കാണാൻ പറ്റി, ശരിയല്ലേ. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ സ്ലോപ്പ് 2 ആണ്. ശ്രദ്ധിക്കുക, അറ്റ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ സ്ലോപ്പ് 2 ആണ്, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് 2 ആണെന്ന് പറയുന്നു. അതൊരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യുക, ദാറ്റ് ഈസ് 1 2 നൗ. ഇതല്ലേ പോയിന്റ്, ഓക്കെ അല്ലേ, യെസ്. ഇനി കണ്ടോളൂ, ഞാൻ ഈ എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റ് മൂവ് ചെയ്യുകയാണ്. സി ദിസ്, ഇത് ശ്രദ്ധിക്കൂ, സി ദിസ് അല്ലേ. ഓരോ പോയിന്റ് നമുക്ക് ടാൻജൻറ്റും ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് അവിടെ കാണാൻ പറ്റും.
ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സ്ലോപ്പ് 1.36/1 ആണ്. 1.36/1, ദാറ്റ് ഈസ് 1.36 ആണ് സ്ലോപ്പ്. ഇവിടെ 1.36 അറ്റ് ദിസ് പോയിന്റ് 1.36 എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സീ ദിസ്, ഇതാ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ എന്തായി, ആൻഡ് ദ സ്ലോപ്പ് ഈസ് 0 എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ആൻഡ് സീ ദിസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1. അറ്റ് എക്സ് ഈക്വൽ ടു -1 എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് -1 ലൈക്ക് ദിസ്, ആൻഡ് ദ സ്ലോപ്പ് ഈസ് എന്താണ് -2 ആണ് വരിക. ഇതാ -2 കൂടെ കൊടുത്തിട്ട് അല്ലേ, കുറച്ചും കൂടെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സം പോയിന്റ് സി, അറ്റ് എക്സ് ഈക്വൽ ടു -2 എന്താ സംഭവിക്കുക, വാട്ട് ഈസ് സ്ലോപ്പ്, ആൻഡ് സ്ലോപ്പ് ഈസ് -4 ആണ് വരിക അല്ലേ. അറ്റ് എക്സ് ഈക്വൽ ടു -2, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് -2 ആണ്. ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, -4 അല്ലേ, സോറി -4. അറ്റ് -2 സ്ലോപ്പ് ഈസ് -4. അപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ, ആ കർവിലൂടെ അറ്റ് എനി പോയിന്റ് ഓൺ ദ കർവ്, എല്ലാ പോയിന്റിലും നമ്മൾ ഇതുപോലെ കർവ് വരയ്ക്കുമ്പോൾ താഴെ ആ കർവിന് സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കൊടുത്ത ഈ സി എന്ന പോയിന്റ് മൂവ് ചെയ്യുന്ന കണ്ടോളൂ. കണ്ടില്ലേ? എന്ത് ബേസ് ചെയ്തുകൊണ്ടാണ് ആ പോയിന്റ് മൂവ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്ത് ബേസ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? എന്താണ് ആ പോയിന്റിൻ്റെ ലോക്കസ്? ആ പോയിന്റ് മൂവ് ചെയ്യുന്നത് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കർവ് ഏതാണ്? കർവ് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ നോക്കാൻ ഞാൻ ഈ പോയിന്റിൻ്റെ ട്രേസ് കൊടുക്കും, ശ്രദ്ധിക്കുക. സി, പോയിന്റ് ട്രേസ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ട്രേസ് ചെയ്ത് കിട്ടും, കണ്ടോളൂ. അപ്പോൾ y=x² എന്ന ഗ്രാഫിലൂടെ ഓരോ പോയിന്റിൽ ഞാൻ ടാൻജൻറ്റ് വരക്കാണ്. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ സി എന്ന പോയിന്റ് ഞാൻ ട്രേസ് ചെയ്യാണ്, എല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്. ഓക്കെ അല്ലേ? ദാ സ്ലോപ്പാണ് കിട്ടുന്നത്, സി. യെസ്, ഓക്കെ. അപ്പോൾ ഈ പോയിന്റ്, ഈ ലൈനിലെ, ഈ റെഡ് ലൈനിലെ പോയിന്റ് മുഴുവൻ എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് കറസ്പോണ്ടിങ് ടു ദ എക്സ് വാല്യൂ അല്ലേ, കറസ്പോണ്ടിങ് ദ എക്സ് വാല്യൂ ഓഫ് ദിസ് കർവ് ലൈക്ക് ദിസ്. ഈ കർവിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻറ്റ് വരയ്ക്കുന്നതിൻ്റെ സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് അത് ജോയിൻ ചെയ്താണ് നമുക്ക് ഈ ലൈൻ കിട്ടിയത്. ഓക്കെ, എന്താണ് വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ? നോക്കാം. ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്, അതാണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഈ സ്ട്രെയിറ്റ് ലൈൻ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആവണ്ടേ? എന്തായിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്? x² ഡെറിവേറ്റീവ് എന്താണ്? നമുക്ക് ചെറിയ ക്ലാസ് പഠിച്ചിട്ട് 2x. അപ്പോൾ 2xൻ്റെ ലൈൻ ഒന്ന് വരച്ച് നോക്കാം ഇല്ലേ? 2x എവിടെ വരിക? ദാ ഈക്വൽ ടു 2x. 2x എന്ന ലൈൻ കണ്ടോളൂ. സി, ദാ അതിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അല്ലേ, അതിൻ്റെ ആ ഒരു ലോക്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. x² ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2x. ഓക്കെ, ഇതുപോലെ നമ്മൾ ഫംഗ്ഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഫംഗ്ഷൻ മാറ്റി കൊടുത്താൽ എന്ത് വരും? സി ദിസ്, വേറെ ഫംഗ്ഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ sin x. sin xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് cos x ഇല്ലേ? അപ്പം നോക്കാം, നമുക്കിതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പാസ് ചെയ്യിച്ചാൽ, സി ദിസ്, ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്താൽ, ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാം. സി ദിസ് കർവ് അങ്ങനെ ആയതുകൊണ്ട് വളരെ മെല്ലെ മാത്രമേ അത് പ്ലോട്ട് ചെയ്യുകയുള്ളൂ അല്ലേ. ബാക്കി ഇങ്ങോട്ട് കൊണ്ടുപോകാം. സി എന്ന പോയിൻ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓരോ പോയിന്റിലും നമ്മൾ ടാൻജൻറ്റ് വരുന്നുണ്ട്. ആ കർവിലുള്ള sin x എന്ന കർവിലുള്ള എല്ലാ പോയിന്റിലും ടാൻജൻറ്റ് വരുന്നുണ്ട് അല്ലേ. എക്സാക്ട്ലി വൺ യുണീക്ക് ടാൻജൻറ്റ് എന്ന് വേണം പറയാം നമുക്ക്. സി, അങ്ങനെ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് അല്ലേ, ആ പോയിന്റ് എടുത്തത് അതിൻ്റെ ലോക്കസ് ആണ് ഈ റെഡ് ലൈൻ. അതായത് sin xൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ആണെന്ന് പറയാം നമുക്ക് അല്ലേ. എന്താണിത്? ഇത് ഏതിൻ്റെ ഗ്രാഫാണ്?
ഇതേതിൻ്റെ ഗ്രാഫാ? കോസ് എക്സിൻ്റെ. ശരിയല്ലേ? ഇതാ കോസ് എക്സിൻ്റെ ഗ്രാഫ് കൂടെ നോക്കിക്കോളൂ. എന്താണ് വരിക? കോസ് എക്സ് അല്ല, കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇതാ. കറക്റ്റ് അല്ലേ? ഇതാ ഇതിൻ്റെ മുകളിലുകൊണ്ട് പാസ് ചെയ്ത് നോക്കോളൂ. ഇതാ സീ ദിസ്, ഇതിലെ കോസ് എക്സിൻ്റെ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ. This is mod x, that is absolute value of the function. Okay, see this, ഇതാണ് absolute value. ഓക്കെ, ഇവിടെയും ടാൻജൻറ്റ് കണ്ടോളൂ. ടാൻജൻറ്റ് ഈ പോയിന്റിൽ മുഴുവൻ ഒരേ ഒരു ടാൻജൻറ്റ്, ബിക്കോസ് ആ പാർട്ട് സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് കണ്ടില്ലേ നിങ്ങൾ? സ്ലോപ്പ് എപ്പോഴും ഇതിൻ്റെ സ്ലോപ്പ് 1/1 1 ആണ് അല്ലേ? എപ്പോഴും ഇതാ കോൺസ്റ്റൻറ്റ് സ്ലോപ്പാണെന്ന് നോക്കിക്കോളൂ ടാൻജൻറ്റ്. അതുകൊണ്ട് തന്നെ ഇത് ഈ 1ന് നേരെയുള്ള ഈ പോയിന്റ് മുഴുവൻ പ്ലോട്ട് ചെയ്യും. കറക്റ്റ് അല്ലേ? ശ്രദ്ധിച്ചോളൂ വീണ്ടും. ഇതാ സീ ദിസ്, ഇവിടെ ഒരു ആ സ്ട്രെയിറ്റ് ലൈനിന് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന, അതായത് ലോക്കസ് അല്ലേ, സ്ലോപ്പ് ആ പോയിന്റിന് ലോക്കസ് എടുത്തത് അവിടുന്ന് ഒന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇവിടെയൊക്കെ ടാൻജൻ്റ് ഉണ്ട്. സ്ലോപ്പ് 1 ആയിട്ടുള്ള ടാൻജൻറ്റ്, സ്ലോപ്പ് 1 ആയിട്ടുള്ള ടാൻജൻറ്റ് അറ്റ് 0.46, 0.36, 0.32, 0.2926, 12, 0.9, 0.2, യെസ് 0.1 അതുവരെ അതന്നെ ടാൻജൻ്റാണ്. ബട്ട് അറ്റ് 0 ശ്രദ്ധിച്ചോളൂ, ഇറ്റ് വാനിഷസ്. അപ്പം നോക്കിയേ, ഇവിടെ നേരത്തെ സ്ലോപ്പൊക്കെ ഡിഫൈൻ ചെയ്ത് നോക്കിയേ, എല്ലാം അൺഡിഫൈൻഡ് ആയിട്ട് മാറി. വൈ? യെസ്, അതുകൊണ്ടാണ് അറ്റ് 0 നമുക്കൊരു ടാൻജൻറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. മോഡ് എക്സ് എന്ന ഫംഗ്ഷന് അറ്റ് 0ൽ നമുക്കൊരു ടാൻജൻറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എ ഓർ ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇക്വൽ ടു എന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അറ്റ് എക്സ് ഇക്വൽ ടു എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എന്താ സംഭവിക്കുക? വി ക്യാൻ ഡ്രോ എ യുണീക്ക് ടാൻജൻറ്റ് ടു എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇക്വൽ ടു എ. ഈഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി വി ക്യാൻ ഡ്രോ എ യുണീക്ക് ടാൻജൻറ്റ് ടു എഫ് ഓഫ് എക്സ് അറ്റ്, അതായത് ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു എന്താണ്, ആ പോയിന്റിൽ ആ കർവിന് ഒരു ടാൻജൻറ്റ് കാണാൻ പറ്റും ഇല്ലേ? ഒരു ടാൻജൻറ്റ് അവിടെ കാണാൻ പറ്റും. ഒരു ടാൻജൻറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു, ചില പോയിന്റിലെത്തുമ്പോൾ ഫംഗ്ഷൻ അവിടെ ടാൻജൻറ്റ് വാനിഷ് ആവുന്നത് കണ്ടു. അത് പറ്റില്ല. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഏത് പോയിന്റിലാണോ ഡിഫറൻഷ്യബിൾ ആവേണ്ടത് ആ പോയിന്റിൽ കർവിന് കൃത്യമായ ഒരു ടാൻജൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റണം. ഓക്കെ, എപ്പോഴൊക്കെയാണത് വരയ്ക്കാൻ പറ്റാത്തത് നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ? അതുകൊണ്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. എന്താണ്? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഗ്രാഫിൽ അല്ലേ നോ കട്ട്, ജംപ് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ലേ? കട്ടോ ജമ്പോ ഉണ്ടെങ്കിൽ അവിടെ എന്താ ടാൻജൻറ്റ് കാണില്ല നമ്മൾക്ക്. പിന്നെ ഷാർപ്പ് പോയിന്റ് മോഡ് എക്സിന് കണ്ട പോലെ അല്ലേ, ഷാർപ്പ് പോയിന്റ് ഒന്നും തന്നെ കാണാൻ പാടില്ല അല്ലേ? മോഡ് എക്സ് അറ്റ് എക്സ് ഇക്വൽ ടു 0 കണ്ട പോലെ ഷാർപ്പ് പോയിന്റ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, യെസ്. നൗ മുമ്പ് പഠിച്ച കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും എങ്ങനെയാണ് നമ്മൾ ഒന്ന് ബന്ധപ്പെടുത്തുന്നത്? നൗ ദ കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിഫറൻഷ്യബിലിറ്റി. ഇവിടെ തിയറി പറയുന്നത് all differentiable functions are continuous but not all continuous functions are differentiable. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, പക്ഷേ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാം. പ്രൂഫ് പഠിക്കണം നിർബന്ധമില്ല, എന്നാൽ അറിഞ്ഞിരിക്കുക. തിരിച്ച് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ്. അതിനൊരു എക്സാമ്പിൾ കൊടുത്താൽ മതി. നോക്കാം നമുക്ക്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇക്വൽ ടു എ. എക്സ് ഇക്വൽ ടു എ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എന്താണ് കിട്ടുക? ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. നമ്മൾ രണ്ടാമത്തെ ഡെഫിനേഷനാണ് ഉപയോഗിച്ച് എക്സിസ്റ്റ്.
ഇത് എക്സിസ്റ്റ് ആവും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഡിഫറൻഷ്യബിളായി അത് കണ്ടിന്യൂസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനേഷൻ ഓർമ്മയുണ്ടാവും. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്നാണ്. ഓക്കെ, യു കൺസിഡർ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്നൊരു എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യാം. അതിനെ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഒരു എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒരു എക്സ് മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ആയില്ലേ? ഈ എക്സ്പ്രഷൻ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. എന്നിട്ട് യു ടേക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും എക്സ്റ്റെൻഡ് ടു എ എന്ന ലിമിറ്റ് കൊടുക്കുക. അപ്പം എന്താ വരിക? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എക്സ് മൈനസ് എ എന്നോട്. ശരിയല്ലേ? രണ്ട് സൈഡും നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി? ഇത് 0 ആയി അല്ലേ? എക്സിനെ കൊടുത്താൽ ഇത് 0 ആയി. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിലേ ഇൻറ്റു 0 ടോട്ടലി 0 എന്ന് പറയാൻ പറ്റൂ. ഇതൊരു നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ലിമിറ്റ് ആണെങ്കിൽ ഇൻറ്റു 0 നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡിഫൈൻഡ് ആണോ? ഈ ലിമിറ്റ് എവിടെയും കണ്ടിട്ടുണ്ടോ? യെസ്, ഇറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ഇറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു 0 ഈക്വൽ ടു 0. കാരണം എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ദർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്ന് നമ്മൾ തിയററ്റിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെന്താണ്? ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. കോൺവേഴ്സ് അറിയാലോ അല്ലേ? എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല, പ്രൂവ് ചെയ്യാം. ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. അങ്ങനെ എടുക്കാൻ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അത് എന്താണ്? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. മോഡ് എക്സ് അല്ലേ? സി, ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് മോഡ് എക്സ് അല്ലേ? നമുക്ക് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ഒക്കെ അതിൻ്റെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടോ ജമ്പോ പാടില്ല. ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ, കട്ടോ പാടില്ല, ജമ്പ് ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ടാവാൻ പാടില്ല, അതിൽ പാർട്സ് ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ ഷാർപ്പ് പോയിന്റും പാടില്ല. ഇവിടെ തന്നെ കണ്ടില്ലേ, മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ അതിനൊരു ഷാർപ്പ് പോയിന്റ് വന്നു ഇവിടെ എക്സ് ഈക്വൽ ടു 0. അവിടെ നേരത്തെ ടാൻജന്റ് ഉണ്ടാവുന്നില്ല എന്ന് കാണുന്നില്ലേ? യെസ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് തിയറ്റിക്കൽ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്ക് സി ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 മോഡ് എക്സ് ഈക്വൽ ടു 0 അല്ലേ? കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എഫ് ഓഫ് 0 ഈസ് 0. Therefore, clearly, limit extend to 0 f of x equal to f of 0. So, it is continuous at x equal to 0. അല്ലേ? കണ്ടിന്യൂസ് ആണെന്ന് കണ്ടു. പക്ഷേ ഇതെന്ത് പ്രൂവ് ചെയ്യണം? ഡിഫറൻഷ്യബിൾ അല്ലെന്ന് പറയണം അല്ലേ? നോക്കാം. See, but f of x is not differentiable. Why? See this. Left hand derivative at x equal to 0 is limit extend to 0 minus f of x minus f of 0 by x minus 0. 0 ആണ്, എ അല്ല, എക്സ് മൈനസ് 0 ആണ്. കറക്റ്റ് ചെയ്യാം. ഓക്കെ, വാല്യൂസ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ്. എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ നമുക്ക് എച്ച് മെത്തേഡ് ഉപയോഗിക്കാം അല്ലേ? പുട്ട് എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച്. എ മൈനസ് എച്ച് മീൻസ് 0 മൈനസ് എച്ച് ആണ്. ശ്രദ്ധിക്കാം അല്ലേ? എന്ത് വരും? എ 0 ആണ്, ഇവിടെ ചേഞ്ച് ചെയ്യുക കേട്ടോ. അറ്റ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു എ അല്ല, എ എന്ന് വെച്ചാൽ ഇവിടെ 0 ആണ്. ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ മൈനസ് എച്ച് എന്ന് കിട്ടും. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? മോഡ് എക്സ്. വാട്ട് ഈസ് എഫ് ഓഫ് 0 മൈനസ് എച്ച്? മോഡ് 0 മൈനസ് എച്ച് മൈനസ് മോഡ് 0 ബൈ മൈനസ് എച്ച്. നൗ സിംപ്ലിഫൈയിങ്, മോഡ് മൈനസ് എച്ച് മൈനസ് 0, മോഡ് മൈനസ് എച്ച് ഈസ് എച്ച്, എച്ച് ബൈ മൈനസ് എച്ച് ഈസ് മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് അല്ലേ? അതുപോലെ റൈറ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? അറ്റ് എക്സ് ഈക്വൽ ടു 0 ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ബൈ എക്സ് മൈനസ് 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? എക്സിന് എന്താ കൊടുക്കാം? എ പ്ലസ് എച്ച് കൊടുക്കുക അല്ലേ? ദാറ്റ് ഈസ് 0 പ്ലസ് എച്ച് അല്ലേ? ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച്. എഫ് ഓഫ് 0 പ്ലസ് എച്ച് മോഡ് 0 പ്ലസ് എച്ച് മൈനസ് മോഡ് 0 ബൈ എച്ച് ഈക്വൽ ടു 1. ദർഫോർ എച്ച് ബൈ എച്ച് 1 എന്ന് കിട്ടി.
Therefore, left-handed derivative not equal to right-hand derivative. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഗ്രാഫിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടു. അറ്റ് എക്സ് ഈക്വൽ 0 മോഡ് എക്സിൽ ഒരു ഷാർപ്പ് പോയിന്റ്, അവിടെ ടാൻജൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഒരു യുണീക്ക് ടാൻജൻറ്റ് ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, therefore LHD not equal to RHD, it is not differentiable at x equal to 0. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടിന്യൂറ്റി വേഴ്സസ് ഡിഫറൻഷ്യബിലിറ്റി നോക്കുക. ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്, ബട്ട് നോട്ട് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ഡിഫറൻഷ്യബിൾ എന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. നൗ ഒരു എക്സാമ്പിൾ. ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x into mod x at x equal to 0. x into mod x. നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ നമുക്കറിയാം. മോഡ് എക്സ് ഈസ് എക്സ് വെൻ എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് മോഡ് എക്സ് ഈസ് മൈനസ് എക്സ് വെൻ എക്സ് ഈസ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് എക്സാ, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് എക്സാ ആൻഡ് ടോട്ടലി മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാം നമുക്ക്. എന്നിട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. നൗ യു ടേക്ക് ലെഫ്റ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് അല്ലേ. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്സ്? എൽ എഫ് ഡാഷ് ഓഫ് 0 വിച്ച് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ബൈ എക്സ് മൈനസ് 0 ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഡയറക്റ്റ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ്, ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. എഫ് ഓഫ് എക്സിന് പകരം മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് വരും? limit x tend to 0 minus x square minus 0 by x minus 0. That is limit x tend to 0 minus x, x in 0 കൊടുക്കുന്നു, it is 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 ആണ്. Similarly, what is a right handed derivative? Is r f dash of 0, that is limit x tend to 0 plus f of x minus f of 0 by x minus 0. ഓക്കെ അല്ലേ. ഫംഗ്ഷൻ ഏതെടുക്കാം? റൈറ്റ് ഡെറിവേറ്റീവിന് എക്സ് സ്ക്വയർ. അപ്പോഴെന്താ സംഭവിക്കുക? limit x tend to 0 x square minus 0 by x minus 0, that is limit x tend to 0 ക്യാൻസൽ ചെയ്യുന്നു, it is x, x എന്ന 0 കൊടുത്താൽ 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആണ് അല്ലേ. therefore it is differentiable at x is equal to 0 അല്ലേ. f of x is differentiable at x equal to 0. എന്താണ് ഡെറിവേറ്റീവ് at x equal to 0? therefore f dash of 0 is 0 തന്നെയാണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും 0 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത്തരം പ്രോബ്ലം നമുക്ക് കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ സിലബസ് പ്രകാരം ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യാനില്ല. കൂടുതൽ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതിൻ്റെ വേറെ വീഡിയോയിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് മുമ്പ് പഠിച്ച പ്ലസ് 1 ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്. അതിലെ കുറേ ബേസിക് റിസൾട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടാകും എബൌട്ട് ലോഗരിതം. എന്താണ് ലോഗരിതം? ലോഗരിതത്തിൻ്റെ ചെറിയൊരു കൺസെപ്റ്റ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്തിട്ട് ബേസിക് റിസൾട്ടിലോട്ട് പോവാം. ഓക്കെ, വാട്ട് ഈസ് ലോഗരിതം? ഇത്രേ ഉള്ളൂ. ആ ലോഗരിതം എന്ന് വെച്ചാൽ ഇഫ് എ നമ്പർ ഈസ് എ റൈസ് ടു എക്സ്, എൻ ഈക്വൽ ടു എ റൈസ് ടു എക്സ്, ഒരു നമ്പറിനെ എൻ എന്ന നമ്പറിനെ എ എന്ന നമ്പറിൻ്റെ പവറിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു, എ റൈസ് ടു എക്സ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ലോഗരിതം ഓഫ് എൻ ടു ദ ബേസ് എ എക്സ് എന്ന് വിളിക്കും. ലോഗരിതം ഓഫ് എൻ ടു ദ ബേസ് എ എക്സ്. ദിസ് ഇസ് ലോഗരിതം ടു എക്സ്പോൺഷ്യൽ, എക്സ്പോൺഷ്യൽ ടു ലോഗരിതം കൺവേർഷൻ. ഓക്കെ, സം എക്സാമ്പിൾസ് നോക്കിക്കോളൂ. 32 ഈസ് 2 raised 5. അറിയാമോ നമുക്ക്? 32 ക്യാൻ ബി ടേക്കൺ ആസ് 2 raised 5. Can be taken as log 32 to the base 2 is 5. Logarithm of 32 to the base 2 is 5 എന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, അടുത്തത് 1000 ഈക്വൽ ടു 10 ക്യൂബ് എന്ന് പറയാം അല്ലേ. ദെൻ ലോഗ് 1000 ടു ദ ബേസ് 10 ഈസ് 3 എന്ന് പറയാം. ഓക്കെ, വൺ മോർ. 2 raised to minus 3 എന്താണ്? 1/2 ക്യൂബ് ഈസ് 1/8. അപ്പോൾ എന്താ പറയാം? ലോഗ് 1/8 ടു ദ ബേസ് 2 ഈസ് -3 എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 1/2 എന്താണ്? 32നെ
നമുക്ക് 2⁵ എന്ന് എഴുതാം. 2⁵ എന്ന് വെച്ചാൽ എന്താണ്? 1/2⁻⁻5 അല്ലേ? അപ്പം ലോഗരിതം ഓഫ് 32 ടു ദ ബേസ് 1/2 ഈസ് -5 എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ആ ബേസ് നമ്പർ n ലൈക്ക് ദിസ്. ഒന്ന് നന്നായി മനസ്സിലാക്കുക. ഇതാണ് ആ ബേസിക് ഡെഫിനിഷൻ ഓഫ് ലോഗരിതം എന്ന് പറയുന്നത്. പിന്നെ അറിയാനുള്ള രണ്ട് കാര്യങ്ങൾ എബൌട്ട് നാച്ചുറൽ ലോഗരിതം ആൻഡ് കോമൺ ലോഗരിതം. ഓക്കെ, അവിടെ കോമൺ ലോഗരിതം എന്ന് വെച്ചാൽ log x ടു ദ ബേസ് 10 ആണ്. ബേസ് 10 ആകുമ്പോഴാണ് കോമൺ ലോഗരിതം ലഭിക്കുന്നത്. നാച്ചുറൽ ലോഗരിതം ഇല്ലെങ്കിൽ ln(x) എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിന് log x ടു ദ ബേസ് e ആണ്. ദ നമ്പർ ഇനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഇറ്റ് ഇസ് എ റാഷണൽ നമ്പർ അല്ലേ? ഇറ്റ്സ് എ ട്രാൻസെൻഡൻ്റൽ നമ്പർ ടു. ഓക്കെ, e⁻x കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ചില പ്രോപ്പർട്ടീസ് നോക്കിക്കോളൂ. ഒന്ന്, log xy to the base a is log x plus log y to the base a, like that. രണ്ട്, log x by y to the base a, that is log x minus log y. Log x raised to n to the base a, it is n log x to the base a. Then one more, log a to the base a. ഈ നമ്പർ സെയിം ആകുമ്പോൾ log a to the base a എന്താ വെച്ചാൽ 1 തന്നെ ആയിരിക്കും. കാരണം എൻ്റെ പവറിൽ എഴുതുമ്പോൾ 1 ആയിരിക്കും പവർ. ആൻഡ് log e, ബേസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക ബേസ് e ആണ്. ബേസ് ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നാച്ചുറൽ ലോഗരിതമാണ്, ബേസ് e ആയിട്ടുള്ള ലോഗരിതമാണ്. നൗ ഇറ്റ് ഈസ് log e ടു ദ ബേസ് e ആണ് വരിക, ദാറ്റ് ഈസ് 1 itself. ഓക്കെ, പിന്നെ log 1 ടു എനി ബേസ് ഈസ് ഓൾവേസ് 0 ആണ്. ഓക്കെ, പിന്നെ log 0 ഡിഫൈൻഡ് അല്ല. log 0 ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി തിരക്കാൻ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ്റെ ബേസിക് റിസൾട്ടിലോട്ട് വേണമെങ്കിൽ പോകാം. ശ്രദ്ധിക്കുക, റിസൾട്ട്സ് കുറേയൊക്കെ +1 പഠിച്ചതാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ നന്നായി ഓർത്തിരിക്കുക. ദ ഫസ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് x raised to n ഈസ് nx raised to n minus 1. Derivative of root x is 1/2 root x. Derivative of 1/x is minus 1/x square. Derivative of a raised to x is a raised to x log a. Log a to the base e ആണ്. Okay. Derivative of e raised to x is a raised to x തന്നെയാണ്. വേണമെങ്കിൽ ഇതുപോലെ പറയാം, e raised to x log e എന്ന് പറയാം, but log e is 1. d by dx of a raised to x is e raised to x തന്നെ. Sixth one, derivative of log x is 1/x. Log x to the base e is 1/x. Then, seventh one, derivative of a constant, k is a constant. Derivative of a constant is 0 always. Next, derivative of sin x, cos x. Derivative of cos x minus sin x. Derivative of tan x, sec square x. Derivative of sec x tan x. Derivative of cosec x minus cosec x cot x. Derivative of cot x minus cosec square x. ഇത്രയും ബേസിക് റിസൾട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഇതൊക്കെ ഒന്ന് നന്നായി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ 2-3 കാര്യങ്ങളൂടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. എന്താണ് നോക്കിക്കോളൂ. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് സം ഓഫ് ടു ഫംഗ്ഷൻ? ഡെറിവേറ്റീവ് ഓഫ് u plus v ഈസ് ഡെറിവേറ്റീവ് of u plus ഡെറിവേറ്റീവ് of v. That is, derivative of u plus or minus v is du by dx plus or minus dv by dx. അല്ലേ, അഡീഷൻ ആണ് സബ്ട്രാക്ഷൻ ആണെങ്കിലും ഇതുപോലെ ചെയ്യാം. And next, derivative of lambda u, d by dx of lambda u. Lambda is a scalar. Take lambda outside, then du by dx. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. And third one is very important, which is product rule. Derivative of u into v is u into dv by dx plus v into du by dx. That means first into derivative of second plus second into derivative of first. പഠിച്ചിട്ടുണ്ടാവുന്നതാണ്. It's very important. Next one is derivative of u by v is a quotient rule. U by v, numerator by denominator, which is v into du by dx minus u into dv by dx by v square. That means denominator into derivative of numerator minus numerator into derivative of denominator by denominator square. Now we start with the denominator here. Okay. Yes. നമുക്കിത് ബേസ് ചെയ്തുകൊണ്ട് +1 പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ശ്രദ്ധിക്കും.
Find dy by dx. Y equal to 3x raised to 4 plus 5 log x plus 3 cos x plus 7. Y equal to this. Okay, നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം ആദ്യം അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? Y equal to 3x raised to 4 plus 5 log x plus 3 cos x. dy by dx equal to എന്താണ്? x raised to 4 ഡെറിവേറ്റീവ് 4x cube അല്ലേ, പ്ലസ് 5 ഇൻറ്റു derivative log x 1 by x plus 3 into derivative of cos x minus sin x plus derivative 7 0. Now simplifying, it is 12x cube plus 5 by x minus 3 sin x. Okay. രണ്ടാമത്തെ question. Y equal to 3 e raised to x minus 7x raised to 4 by 5. അല്ലേ, what is dy by dx? 3 into derivative e raised to x തന്നെയാണ് minus 7 into x raised to 4 by 5 in a derivative, x raised to n, nx raised to n minus 1, that is 4 by 5 x raised to 4 by 5 minus 1, can be simplified as 3 e raised to x minus 28 by 5 into x raised to minus 1 by 5. Okay. Third one, y equal to x raised to 4 into tan x. Product ആണ് ശ്രദ്ധിക്കണം. x raised to 4 into tan x. Product rule apply ചെയ്യണം. ഇതാണ് first into derivative second plus second into derivative first. Like this. First into x raised to 4 into derivative tan x plus tan x into derivative second, that first, that is x raised to 4. That is x raised to 4 into derivative tan x sec square x plus tan x into derivative x raised to 4 is 4x cube. ഇത്രയും ചെയ്യാം. ഓക്കെ, ഇനി ഫോർത്ത് പ്രോബ്ലം നോക്കൂ. ഫോർത്ത് പ്രോബ്ലം എന്താണ്? ഫോർത്ത് പ്രോബ്ലം y ഈക്വൽ ടു എക്സ് റേസ് എക്സ് സ്ക്വയർ പ്ലസ് ടാൻ എക്സ് ബൈ 4 പ്ലസ് സൈൻ എക്സ്. ഡിവിഷൻ ആണ്. We need to apply the quotient rule. ഓർമ്മയില്ലേ? Yes. What is dy by dx? Start with the denominator അല്ലേ. 4 plus sin x into derivative of numerator, that is derivative of x square plus tan x minus numerator x square plus tan x into derivative of denominator, that is 4 plus sin x, whole divided by denominator square. ഓക്കെ, ഇതാണ് അപ്ലൈ ചെയ്ത വരിക. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ നടത്തുന്നില്ല. ഡെറിവേറ്റീവ് എടുത്താൽ വരും 4 plus sin x into എന്താ ഡെറിവേറ്റീവ് 2x plus sec square x അല്ലേ, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ടാൻ എക്സ് ഇൻറ്റു എന്താ ഇതിൻ്റെ ഡെറിവേറ്റീവ് 4ൻ്റെ ഡെറിവേറ്റീവ് 0 കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതൊന്ന് സൗകര്യം പോലെ സിംപ്ലിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ഫോർത്ത് വൺ. ഫിഫ്ത്ത് വൺ നോക്കിക്കോളൂ. y ഈക്വൽ ടു എക്സ് ക്യൂബ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിവിഷനും ഉണ്ട്, ഇവിടെ പ്രോഡക്റ്റുമാണ്, എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു എന്താണ് വരിക, ഡിനോമിനേറ്റർ ഇൻറ്റു യെസ് അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് മൈനസ് എക്സ് ക്യൂബ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സ്ക്വയർ അപ്ലൈ ചെയ്യുന്നു. ഇനി ഇവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യേ വേണ്ടു അല്ലേ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഉണ്ട്. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഉണ്ട്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് ക്യൂബ് 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് എന്താണ്, എക്സിൻ്റെത് 1, ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇത്രയും ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതൊക്കെ പ്ലസ് 1 പഠിച്ചതാണ്. ദെൻ സെക്കൻഡ് ഇയറിൽ ഇവിടെ നമുക്ക് ഡിഫറൻസിയേഷൻ ശരിക്കും അതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇനി. ഓക്കെ, നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓർ എ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിൾ ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് topic is the chain rule of derivative or the derivative of a function of function. Thank you.